ഇസ്രോയുടെ സ്പേസ് അൺഡോക്കിംഗ് വിജയകരം. ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്ത 2 ഉപഗ്രഹങ്ങളും വിജയകരമായി വേർപെടുത്തി. ഇരു ഉപഗ്രഹങ്ങളുടെയും കൂട്ടിയോജിപ്പിക്കുന്ന ലിവറുകൾ വേർപെടുത്തിയതായി ISRO അറിയിച്ചിട്ടുണ്ട്. ഇസ്രോയുടെ നേട്ടത്തെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ചന്ദ്രയാൻ 4 ഉൾപ്പെടെയുള്ള വലിയ ദൗത്യങ്ങൾ കരുത്തേകുന്നതാണ് പരീക്ഷണ വിജയമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, എത്രത്തോളം നിർണായകമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ? ദേവിക, തീർച്ചയായും ഏറെ നിർണായകമാണ് ഈ ഗവേഷണം എന്നത്, അല്ലെങ്കിൽ ഈ പരീക്ഷണം എന്നത് ഏറെ നിർണായകമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ISRO നമുക്ക് ഷെയർ ചെയ്ത ദൃശ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ 2 ഉപഗ്രഹങ്ങളും, നേരത്തെ കൂട്ടിയോജിപ്പിക്കപ്പെട്ട 2 ഉപഗ്രഹങ്ങളും സ്വയം വേർപിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ 2 ഉപഗ്രഹങ്ങളായി മാറുന്നു. അതായത് നേരത്തെ നമ്മൾ വിക്ഷേപിക്കുമ്പോൾ, അതായത് ISRO ഈ 2 ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുമ്പോൾ നേരത്തെ വിക്ഷേപിച്ചിരുന്നത് 2 ഉപഗ്രഹങ്ങളായി വിക്ഷേപിക്കുന്നു. അത് 2ആയി മാറുന്നു, വീണ്ടും അത് റീഡോക്ക് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു വിക്ഷേപണ രീതിയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം വീണ്ടും ഡീഡോക്കിംഗ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഡീഡോക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഡീഡോക്കിംഗ് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ ബഹിരാകാശ രംഗത്തുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുള്ള ഗവേഷണങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡീഡോക്കിംഗ് ഇപ്പോൾ വിജയകരമായി ഇരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 3 ഘട്ടങ്ങളായി സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഡോക്ക് ചെയ്യുന്നതിനും ഡീഡോക്ക് ചെയ്യുന്നതിനുമുള്ള സംവിധാനമുണ്ടാകും. അത്തരത്തിൽ ഈ നേരത്തെ വിവിധ ഘട്ടങ്ങളായി അയച്ച ഈ സ്പേസ് സ്റ്റേഷൻ്റെ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് സ്പേസ് സ്റ്റേഷൻ അവിടെ എത്തിയതിന് ശേഷം ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ കൂട്ടിച്ചേർക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഗവേഷണവും ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത്. ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യതയാർന്ന രീതിയിൽ ബഹിരാകാശ രംഗത്തെ ഭാരതത്തിൻ്റെ നിയന്ത്രണ സംവിധാനം, ടെലിമെട്രിക് കൺട്രോൾ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും മികച്ച തെളിവ് കൂടിയാണ് ഇപ്പോൾ നടന്ന വിജയകരമായി നടന്ന ഈ ഡീഡോക്കിംഗ് എന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം ഇതിനുണ്ട്. നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശ രംഗത്തും അതുപോലെ തന്നെ ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും സുപ്രധാനമായൊരു നീക്കമാണ്, ഏറ്റവും സുപ്രധാനമായൊരു ഘടകം കൂടിയാണ് ഈ ഡീഡോക്കിംഗ് പരീക്ഷണം എന്നത്. നേരത്തെ നമ്മൾ SpaceX 1, SpaceX 2 എന്ന് പറയുന്ന ചേസറും അതുപോലെ തന്നെ ടാർഗറ്റും 2 ഉപഗ്രഹങ്ങളായിരുന്നു. ആ 2 ഉപഗ്രഹങ്ങൾ ഒന്നായി ചേർന്നതിന് ശേഷം വീണ്ടും 2ആയി മാറുന്ന ആ ഒരു രീതിയാണ്, ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കാര്യക്ഷമമായി നടന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശത്ത് നിന്നും എന്തെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രയോജനകരമായ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതാണ് വിജയകരമായി തീർന്നിരിക്കുന്നത്. ദേവിക.